വർഷങ്ങൾക്ക് മുമ്പേ ഇറങ്ങിയ ഒരു സിനിമയും അതിലെ കഥാപാത്രവും അയാളുടെ സംഭാഷണവും ഇപ്പോഴെങ്ങനെയാണ് വൈറലാവുന്നതെന്ന് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? പറഞ്ഞു വരുന്നത് വേറെ ആരെയും കുറിച്ചല്ല, റിയാസ് ഖാൻ്റെ ദുബായ് ജോസ് എന്ന കഥാപാത്രത്തെക്കുറിച്ചാണ്. ഇപ്പോഴാണെങ്കിൽ സോഷ്യൽ മീഡിയയിൽ എവിടെ നോക്കിയാലും ദുബായ് ജോസിൻ്റെ വിളയാട്ടമാണ്. പ്രത്യേകിച്ച് ഇൻസ്റ്റഗ്രാമിലും ഫേസ്ബുക്കിലും അടിച്ചു കയറിയ ട്രോളുകളുടെ അയ്യര് കളിയാണ്. പണ്ട് സിനിമ റിലീസായപ്പോൾ പോലും ലഭിക്കാത്ത സ്വീകരണമാണ് ഇപ്പോൾ കഥാപാത്രത്തിന് സോഷ്യൽ മീഡിയ നൽകിക്കൊണ്ടിരിക്കുന്നത്. ശരിക്കും ആരാണ് ഈ ദുബായ് ജോസ്? എങ്ങനെയായിരിക്കും ദുബായ് ജോസ് വീണ്ടും വൈറലായത്? ടർബോ സിനിമയും മമ്മൂട്ടിയുടെ ജോസ് എന്ന കഥാപാത്രവും ഹിറ്റായതോടെയാണ് ദുബായ് ജോസും സോഷ്യൽ മീഡിയയിൽ തരംഗമായത്. സിനിമാ ചർച്ചകളിൽ ടർബോ ജോസ് തിളങ്ങിയപ്പോൾ മലയാള സിനിമയിൽ മുൻപ് ജോസുമാർ ആരെങ്കിലും വന്നിട്ടുണ്ടോ എന്ന അന്വേഷണമായിരിക്കാം ദുബായ് ജോസിലേക്ക് എത്തിയത്. ദുബായ് ജോസിനെയും ടർബോ ജോസിനെയും താരതമ്യം ചെയ്തുള്ള ട്രോളുകളും റീലുകളും ആ വഴിയിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. ടർബോയുടെ സ്കൂഫ് എന്ന നിലയിലാണ് ദുബായ് ജോസിനെ പലരും വൈറലാക്കുന്നത്. 20 വർഷം മുമ്പ് സിബി മലയിലിന്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ ജലോത്സവം എന്ന ചിത്രത്തിൽ നടൻ റിയാസ് ഖാൻ അവതരിപ്പിച്ച കഥാപാത്രമാണ് ദുബായ് ജോസ്. കുട്ടനാടിന്റെ പശ്ചാത്തലത്തിൽ ഒരുങ്ങിയ സിനിമയിൽ കുഞ്ചാക്ക ബോബൻ, നവ്യ നായർ എന്നിവരായിരുന്നു പ്രധാന കഥാപാത്രങ്ങളായിരുന്നു. നെടുമുടി വേണു, സുജാത, ജഗദീഷ് ശിവകുമാർ എന്നിവരായിരുന്നു മറ്റ് പ്രധാന വേഷങ്ങൾ. ചിത്രത്തിൽ ചീങ്കണ്ണി ജോസ് എന്ന വിളിപ്പേരുണ്ടായിരുന്ന ദുബായ് ജോസ് എന്ന വില്ലൻ കഥാപാത്രമായാണ് റിയാസ് ഖാൻ വേഷമിട്ടത്. 2003 റിലീസിനെത്തിയ മോഹൻലാലിന്റെ ബാലേട്ടൻ എന്ന ചിത്രത്തിന് ശേഷം റിയാസ് ഖാൻ ലഭിച്ച മികച്ച വേഷങ്ങളിലൊന്നായിരുന്നു ജലോത്സവത്തിലെ ദുബായ് ജോസ് എന്ന വില്ലൻ. കുട്ടനാട്ടിലെ വള്ളംകളിയുടെ പശ്ചാത്തലത്തിൽ കഥ പറഞ്ഞ ചിത്രത്തിൽ മുഴുനീള വില്ലൻ കഥാപാത്രമായാണ് ദുബായ് ജോസ് എത്തിയത്. ജോസിന്റെ സംഭാഷണങ്ങളിൽ ഇടയ്ക്കിടെ വരാറുള്ള അടിച്ചു കയറുക എന്ന പ്രയോഗമാണ് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ വൈറലാവുന്നത്. മുമ്പും പണ്ടത്തെ മലയാള സിനിമകളിലെ വില്ലൻ കഥാപാത്രങ്ങൾ പിന്നീട് സോഷ്യൽ മീഡിയയിൽ ട്രെൻഡിങ്ങായി മാറിയിട്ടുണ്ട്. നടൻ സായ്കുമാർ അവതരിപ്പിച്ച വില്ലൻ വേഷങ്ങളിൽ ശ്രദ്ധേയമായ കുഞ്ഞിക്കുനലിലെ ഗരുഡൻ വാസുവാണ് അതിലൊന്ന്. വ്യത്യസ്തമായ ഗെറ്റപ്പിൽ സായ്കുമാർ എത്തിയ കഥാപാത്രമായിരുന്നു ഗരുഡൻ വാസു. എന്നാൽ ഗരുഡൻ വാസു ട്രെൻഡിംഗ് ആയതിന് പിന്നാലെ കഥാപാത്രത്തെയും സിനിമയിലെ റേപ്പ് സീനിനെയും തമാശവൽക്കരിക്കുന്നുവെന്നും നോർമലൈസ് ചെയ്യുന്നുവെന്നും അടക്കമുള്ള വിമർശനങ്ങളും സമൂഹ മാധ്യമങ്ങളിൽ അന്ന് വന്നിരുന്നു. അതേസമയം അടുത്ത കാലത്തായി മലയാള സിനിമകളിലെ കഥാപാത്രങ്ങളും ഡയലോഗുകളും സോഷ്യൽ മീഡിയയിൽ ട്രെൻഡിംഗ് ആവുന്നത് ഒരു പതിവാണ്. പ്രേമലുവിലെ JK, ബ്രഹ്മയുഗത്തിലെ നിനക്ക് പോവാൻ അനുവാദമില്ല, മഞ്ഞുമൽ ബോയ്സിലെ കുട്ടേട്ട, സുഭാഷ്, ലൂസടിക്കട, ആവേശത്തിലെ രംഗണ്ണൻ്റെ എട മോനെ, ശ്രദ്ധിക്ക അമ്പാനെ തുടങ്ങിയ ഡയലോഗുകളും ട്രോളന്മാർ ആഘോഷമാക്കിയവയാണ്. എന്തായാലും രംഗണ്ണനും അമ്പാനും ഒക്കെ ഇനി വിശ്രമിക്കാം. ഫേസ്ബുക്കും ഇൻസ്റ്റഗ്രാമും വാട്സപ്പും എക്സും നിറയെ അടിച്ചു കയറുക റീലുകളും മീമുകളുമാണ്. ദുബായ് ജോസിന് മുന്നിൽ പിടിച്ചു നിൽക്കാൻ കഴിയാതെ അടിച്ചു കയറുക ക്യാപ്ഷനും ഇട്ട് പ്രൊമോഷൻ കാർഡ് വരെ ഇറക്കിയിട്ടുണ്ട് മമ്മൂട്ടി കമ്പനി. എന്തായാലും ഈ ട്രെൻഡിൻ്റെ കണക്ഷനും ബാക്ക് സ്റ്റോറിയും ഒന്നും മനസ്സിലാക്കാത്തവരും അടിച്ചു കയറുക റീലുകൾ നന്നായി ഷെയർ ചെയ്യുന്നുണ്ട് എന്നതാണ് ഈ ട്രെൻഡിൻ്റെ ഒരു പ്രത്യേകത.